ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന സുവോളജിൻ്റെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. നീറ്റിനൊക്കെ വരുന്ന പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്കറിയാലോ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. ബയോമോളിക്യൂൾസ് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണെന്ത് ബയോമോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിക്ക് ഉഷാറായിട്ട് പഠിച്ചൊരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അപ്പോൾ അതിലുള്ള നീറ്റിനൊക്കെ വരുന്ന പോലത്തെ എൻട്രൻസ് ലെവലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നല്ല രീതിയിൽ കാണാം, നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ പറയാൻ പോവാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദ ആസിഡ് യൂസ്ഡ് ഫോർ പ്രിലിമിനറി സെപ്പറേഷൻ ഓഫ് ബയോമോളിക്യൂൾ ഇൻ എ ലിവിങ് ടിഷ്യൂ. ഓക്കെ, ഒരു ലിവിങ് ടിഷ്യൂവിലുള്ള ബയോമോളിക്യൂൾ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഒരു ലിവിങ് ടിഷ്യൂവിനെ നമ്മൾ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിലൊരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചു ഒരു ലിവിങ് ടിഷ്യൂ നമ്മൾ എന്തിൽ എടുക്കും? ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ ഒഴിക്കും. ഓക്കെ, മക്കളെ എന്തിലെടുക്കുക? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഓക്കെ, എന്തിലെടുക്കുക? ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ ദ ആസിഡ് യൂസ്ഡ് ഫോർ പ്രിലിമിനറി സെപ്പറേഷൻ ഓഫ് ബയോമോളിക്യൂൾ ഇൻ എ ലിവിങ് ടിഷ്യൂ. ഓക്കെ, അതിന് നമ്മൾ എടുക്കുന്ന ആസിഡ് ഏതാ? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഫോർമുലയൊക്കെ എഴുതിയിരുന്നു, CCl3COOH. ഓക്കെ, അപ്പോൾ ഈ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പ്രിലിമിനറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസിഡിക് അമിനോ ആസിഡ്? ഓക്കെ, നിങ്ങൾ പറയും, നമ്മൾ പഠിച്ചത് 2 അസിഡിക് അമിനോ ആസിഡിനെ കുറിച്ചല്ലേ. ഏതൊക്കെയാണ് അസിഡിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത്? ഒന്നാമത്തെ അസിഡിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. രണ്ടാമത്തെ അസിഡിക് അമിനോ ആസിഡിനായിട്ട് എക്സാമ്പിൾ പഠിച്ചത് അസ്പാർട്ടിക് ആസിഡ് ആണ്. അപ്പോൾ 2 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെ നമ്മൾ പഠിച്ച എക്സാമ്പിൾസ്? ഗ്ലൂട്ടാമിക് ആസിഡും ഉണ്ട്, അസ്പാർട്ടിക് ആസിഡും ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കൂ, ലൈസിൻ ബേസിക്ക. ഓക്കെ, ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്, അസ്പാർട്ടിക് ആസിഡ് ഉണ്ട്, ബോത്ത് B and C. ഓക്കെ, അപ്പോൾ അതിന് 2ന്റെ ഓപ്ഷൻ എന്താ വരിക? 2ന്റെ ഓപ്ഷൻ D ആണ്, ബോത്ത് B and C. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, നോക്കിക്കോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ദ ചാർജ്ഡ് മോളിക്യൂൾ വിച്ച് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ഈസ് നോൺ ആസ്. ഓക്കെ, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ചാർജ്ഡ് മോളിക്യൂൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാ? അതായത് ചാർജ് ഉണ്ട് പക്ഷേ ഇലക്ട്രിക്കലി പോലെ എന്താ, ന്യൂട്രലാ. ഓക്കെ, അതിന് എക്സാമ്പിൾ അല്ലേ മക്കളെ എന്ത്? സ്വിറ്റർ അയോൺ. നമ്മൾ പഠിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും സ്വിറ്റർ അയോൺ. അതായത് ഒരു അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെ? ഓക്കെ, കാർബൺ വന്ന് ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു COOH ഉണ്ട്, ഒരു NH3 ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു R ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ നമുക്കറിയാം, ഇതിൽ ചില ആൾക്കാർക്ക് ചാർജ്ഡ് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതായത് NH3 എന്താ ചെയ്യുക? ഒരു H+ ഡൊണേറ്റ് ചെയ്തിട്ട് NH3 അല്ല, NH2 ആണ്. ഓക്കെ, NH2 ഒരു H+ സ്വീകരിച്ചിട്ട് NH2 എന്തായിട്ട് മാറും? NH3+ ആയിട്ട് മാറും. COOH ഒരു H+ ഡൊണേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? COO- ആയിട്ട് മാറും. ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇവിടെ എന്താ സംഭവിക്കാന്ന് അറിയോ? ഇവിടെ ഒരു സ്വിറ്റർ അയോൺ എങ്ങനെ ഉണ്ടാവുക? അതായത് ഒരു NH3+ഉം അതേപോലെ COO- ഒന്നിച്ച് വരികയാണെങ്കിൽ അത്തരം അയോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്വിറ്റർ അയോൺ. പറ മക്കളെ, എന്താ വിളിക്കുക? സ്വിറ്റർ അയോൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ 3ന്റെ ഓപ്ഷൻ എന്താ വരിക? 3ന്റെ ഓപ്ഷൻ വരിക B ആണ് കേട്ടോ, സ്വിറ്റർ അയോൺ ആണ് വരിക. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലെസിത്തിൻ ഈസ് എ. ഓക്കെ, ലെസിത്തിൻ നമ്മൾ പഠിച്ചതല്ലേ ലെസിത്തിനെ കുറിച്ച്. ഓക്കെ, ലെസിത്തിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോസ്ഫോ ലിപ്പിഡാണ്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. ഒരു ലിപ്പിഡ്സ് 3 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ലിപ്പിഡ് ഉണ്ടെന്ന് പഠിച്ചു, അതുപോലെ കോമ്പൗണ്ട് ലിപ്പിഡ് ഉണ്ട്. ഓക്കെ, കോമ്പൗണ്ട് ലിപ്പിഡ് ഉണ്ട്, അതേപോലെ ഡിറൈവ്ഡ് ലിപ്പിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈ ലെസിത്തിൻ എന്ന് പറയുന്നത് ഒരു ഫോസ്ഫോ ലിപ്പിഡാണ്. എന്താ ഫോസ്ഫോ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ? ലിപ്പിഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫറസ് ഒരു ഫോസ്ഫോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വന്നു. ഓക്കെ, ഫോസ്ഫോ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് വന്നപ്പോഴാണ് അതെന്തായിട്ട് മാറിയത്? ഫോസ്ഫോ ലിപ്പിഡ്. അതിൻ്റെ പേരാണെന്ത്? ലെസിത്തിൻ. പറ മക്കളെ, എന്താ വിളിക്കുക? ലെസിത്തിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഈസ്. ന്യൂക്ലിക് ആസിഡിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് അഥവാ ന്യൂക്ലിക് ആസിഡിന്റെ മോണോമർ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ന്യൂക്ലിക് ആസിഡ് നമ്മൾ ഇങ്ങനെ വരക്കുക, DNA RNA ഒക്കെ സ്ട്രക്ചർ. അതിലിങ്ങനെ കുറേ വട്ടങ്ങൾ ഉണ്ടാവും, കുറേ മോണോമേഴ്സ് ഉണ്ടാവും. ആ മോണോമേഴ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ന്യൂക്ലിക് ആസിഡ് ഈസ് മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, നമുക്കറിയാം
ന്യൂക്ലിക് ആസിഡിൽ ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പോളി ന്യൂക്ലിയോട്ടൈഡാ. കുറേ ന്യൂക്ലിയോട്ടൈഡുകൾ കൂട്ടിയിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ന്യൂക്ലിക് ആസിഡിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ന്യൂക്ലിയോട്ടൈഡ് ആണ്. 5ന്റെ ഓപ്ഷൻ വരിക എ ആണ്, ന്യൂക്ലിയോട്ടൈഡ് ആണ് വരിക. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ഹ്യൂമൻ ബോഡീസ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലെ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദ്യം. ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു അനിമൽ അല്ലേ? ഓക്കെ, ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ അനിമലാണ്. നമുക്കറിയാലോ, അനിമൽസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഉണ്ട്. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽ ബോഡി ഏതാണ്? പ്രോട്ടീൻ ഏതാ? കൊളാജൻ. പറ മക്കളെ, ഏതാണ്? കൊളാജൻ. ഓക്കെ, അപ്പോൾ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ഹ്യൂമൻ ബോഡി ഏതാ? കൊളാജൻ അല്ലേ? അപ്പോൾ 6ന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. 6ന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. ഓക്കെ അല്ലേ? കൊളാജൻ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബോണ്ട് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ ഇൻ ന്യൂക്ലിക് ആസിഡ് ഈസ്. ഓക്കെ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഓക്കെ നമുക്കറിയാലോ അതിൻ്റെ ഷുഗറിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഓക്കെ ഷുഗറും തമ്മിലുള്ള ബോണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു DNA ഇങ്ങനെ ബോണ്ട് ഉണ്ടാവുക, SP ഇങ്ങനത്തെ ബോണ്ട് ഉണ്ടാവും. S എന്ന് പറഞ്ഞാൽ ഷുഗർ, P എന്ന് പറഞ്ഞാലോ ഫോസ്ഫേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ടിനല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുക. പറയാം മക്കളെ, എന്താ വിളിക്കുക? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, ഗ്ലൈക്കോസിഡിക് ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, എസ്റ്റർ ബോണ്ട്, നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ ഈ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എന്ത് തന്നെയാണ്? എസ്റ്റർ ബോണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? 7ന്റെ ഓപ്ഷൻ വരിക C ആണ്, അഥവാ എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുക. അപ്പോൾ ഷുഗറിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ട് എന്നാണ് ചോദ്യം. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എസ്റ്റർ ബോണ്ട്. അതുകൊണ്ട് നമുക്ക് 7ന്റെ ഓപ്ഷൻ എന്താക്കി എടുക്കാൻ പറ്റും? C ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, റൈബോസൈം ഈസ് ആൻ. ഓക്കെ, എന്താണ് റൈബോസൈം എന്നാണ് ചോദിക്കുന്നത്. റൈബോസൈം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, റൈബോസൈം നമുക്കറിയാലോ. റൈബോസൈം എന്താ? റൈബോസൈമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് പഠിച്ചിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും some enzymes are ന്യൂക്ലിക് ആസിഡ്. ചില എൻസൈമുകൾ ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അവരെ വിളിക്കുന്ന പേരാണെന്ത്? റൈബോസൈം. പറ മക്കളെ, എന്താ വിളിക്കുക? റൈബോസൈം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി, റൈബോസൈം എന്ന് പറഞ്ഞാൽ എന്താ? എൻസൈം ഹൂസ് കോഫാക്ടറീസ് RNA വിത്ത് എൻസൈം ആക്ടിവിറ്റി. ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും DNA എൻസൈമായിട്ട് ആക്റ്റീവ് ഇല്ല. എന്തേ എൻസൈമായിട്ട് ആക്റ്റീവ് ഉള്ളൂ? RNA മാത്രമേ എൻസൈമായിട്ട് ആക്റ്റീവ് ഉള്ളൂ. അപ്പോൾ RNA വിത്ത് എൻസൈം ആക്ടിവിറ്റി, എൻസൈം ബൈ വിച്ച് RNA is formed, കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ഹാവിംഗ് റൈബോസ് ഷുഗർ. അപ്പോൾ RNA വിത്ത് എൻസൈം ആക്ടിവിറ്റി ആണെന്ത്? റൈബോസൈം. അപ്പോൾ 8ന്റെ ഓപ്ഷൻ എന്താ വരിക? B ആണ് വരിക. പറയാം മക്കളെ, 8ന്റെ ഓപ്ഷൻ എന്താ വരിക? B ആണ് വരിക. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇനോർഗാനിക് കാറ്റലിസ്റ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി അറ്റ് ഡാഷ് ടെമ്പറേച്ചർ ആൻഡ് ഡാഷ് പ്രഷർ. ഇനോർഗാനിക് കാറ്റലിസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം. ഓക്കെ, എൻസൈമുകൾ ഓർഗാനിക് ആണ് എന്ന എന്താ പറയുക, ഇനോർഗാനിക് കാറ്റലിസ്റ്റുകൾ എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യും ഏത് ടെമ്പറേച്ചറിലും ഏത് പ്രഷറിലും. ഓക്കെ, നമുക്കറിയാലോ ഒരു എൻസൈമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? എൻസൈമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഭൂരിഭാഗം എൻസൈമുകളും ഹൈ ടെമ്പറേച്ചറിലും അതേപോലെ ഹൈ പ്രഷറിലും എന്തായി പോവും? ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും വർക്ക് ചെയ്യൂല. ഓക്കെ, ആകെ കുറച്ച് എൻസൈമുകൾ മാത്രം, തെർമോഫിലിക് ഓർഗാനിസത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത എൻസൈമുകൾ മാത്രം. തെർമോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഓർഗാനിസങ്ങൾ. ഓക്കെ, അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത എൻസൈമുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ ഇനോർഗാനിക് കാറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യും? വർക്ക് എഫിഷ്യൻ്റ്ലി ആയിട്ട് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷേഴ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ രണ്ടും ഹൈ വരുന്ന ഓപ്ഷൻ. 9ന്റെ ഓപ്ഷൻ എന്താ വരിക? D ആണ് വരിക. 9ന്റെ ഓപ്ഷൻ എന്താ വരിക? D ആണ് വരിക. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ബയോമോളിക്യൂൾസ് ആർ. എന്താണ് ബയോമോളിക്യൂൾസ്? നിങ്ങൾ നോക്കി, ബയോമോളിക്യൂൾസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർഗാനിക് കോമ്പൗണ്ട്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എന്ത്? ബയോമോളിക്യൂൾസ്. വോളറ്റൈൽ അല്ല, ഇനോർഗാനിക് അല്ല, ബോത്ത് A and B അല്ല. എന്താ ഓപ്ഷൻ വരിക? ബയോമോളിക്യൂൾസ് എപ്പോഴും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഓൾ ദ ഫോളോയിങ് അമിനോ ആസിഡ്സ് ആർ ആരോമാറ്റിക് എക്സെപ്റ്റ്. നിങ്ങൾക്ക് അറിയാലോ എന്താ ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ? ഒരു അമിനോ ആസിഡ് ആണ്, അതിന് COOH ഉണ്ട്, NH2 ഉണ്ട്, പിന്നെ R ഗ്രൂപ്പ്. R ഗ്രൂപ്പിൽ അവിടെ ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു റിംഗ് ഉണ്ടാവും. ഓക്കെ, ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഈ ആരോമാറ്റിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആരോമാറ്റിക് അമിനോ ആസിഡിന് 3 എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് ടൈറോസിൻ ആണ്,
ഓക്കെ, മറ്റൊന്ന് ഫിനൈൽ അലാനിൻ ആണ്, ഫീനൈൽ അലാനിൻ. മൂന്നാമത്തത് ട്രിപ്റ്റോഫാൻ ആണ്. ഓക്കെ, അപ്പോൾ ആരോമാറ്റിക് അമിനോ ആസിഡ്സിന് 3 എക്സാമ്പിൾ ഉണ്ട്. ഏതൊക്കെ 3 എക്സാമ്പിൾ? ടൈറോസിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ടൈറോസിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, പിന്നെന്താ വാലിൻ. വാലിൻ അപ്പം എന്തല്ല, ആരോമാറ്റിക് അല്ല. 11ന്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക. 11ന്റെ ഓപ്ഷൻ വരിക ഡി ആണ്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലിസറോൾ ഈസ് എ. ഓക്കെ, ഗ്ലിസറോൾ എന്താണെന്നാണ് ചോദ്യം. ഗ്ലിസറോൾ എന്താണെന്നുള്ളത്. ഓക്കെ, ഗ്ലിസറോൾ ടെട്രാ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. നമുക്കറിയാലോ ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കുക? CH2OH, പിന്നെയോ CHOH, പിന്നെയോ വീണ്ടും CH2OH. ഓക്കെ, അപ്പോൾ 3 OH ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗ്ലിസറോളിന്റെ പേരെന്താ നമ്മൾ പറയാ? ട്രൈ ഹൈഡ്രോക്സി എന്ന് പറയും. പിന്നെ ഒന്നാണെങ്കിൽ മീഥെയിൻ, രണ്ടാണെങ്കിൽ ഈഥെയിൻ, മൂന്നാണെങ്കിലോ പ്രൊപ്പെയിൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പൊ ഗ്ലിസറോളിന്റെ വേറെ പേരാണെന്ത്? ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ. 12ന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക കേട്ടോ. 12ന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക. നോക്കിക്കോളൂ, 13ാമത്തെ ക്വസ്റ്റ്യൻ, എ ന്യൂക്ലിയോടൈഡ് ഈസ് ഫോംഡ് ഓഫ്. ഒരു ന്യൂക്ലിയോടൈഡ് എങ്ങനെ ഉണ്ടാവുന്നു? ഓക്കെ, നമുക്കറിയാലോ ഒരു ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണൻസ് ഉണ്ടാവുക. ഒന്ന് പെൻറ്റോസ് ഷുഗർ ആണ്. പറയാം മക്കളെ, ഒന്നാമത്തെ കമ്പോണന്റ് എന്താ? പെൻറ്റോസ് ഷുഗർ ആണ്. രണ്ടാമത്തെ കമ്പോണന്റോ നൈട്രജൻ ബേസ് ആണ്. എന്നാൽ മൂന്നാമത്തെ കമ്പോണന്റോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, ഒരു ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണൻസ് ഉണ്ടാവും. ഏതൊക്കെയാണ് 3 കമ്പോണൻസ്? പെൻറ്റോസ് ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് വരുന്നത് ഏതൊക്കെയുള്ളത്? നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? സി അല്ലേ വരിക. 13ന്റെ ഓപ്ഷൻ വരിക സി ആണ്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇനുലിൻ ഇസ് എ പോളിമർ ഓഫ്. ഓക്കെ, ഇനുലിൻ, ഇൻസുലിൻ അല്ല കേട്ടോ, ഇൻസുലിൻ അല്ല, ഇനുലിൻ. ഇനുലിൻ എന്ന് പറഞ്ഞാൽ ഇനുലിൻ എന്താ? ഇനുലിൻ ഒരു പോളിസാക്കറൈഡ് അല്ലേ? പറയാം മക്കളെ, ഇനുലിൻ എന്താണ്? പോളിസാക്കറൈഡ് ആണ്. ഇനുലിൻ എന്തിന്റെ പോളിമർ ആണെന്നാണ് ചോദ്യം. ഓക്കെ, ഇനുലിൻ ഇസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ്. നമ്മൾ പഠിച്ചതാ, കുറേ ഫ്രക്ടോസ് ഇങ്ങനെ കൂട്ടിച്ചാലാണ് എന്തുണ്ടാവുക? ഇനുലിൻ ഉണ്ടാവുക. ഓക്കെ, ഫ്രക്ടോസിന്റെ ഒരു ഹോമോ പോളിമർ ആണെന്ത്? ഇനുലിൻ. കുറേ ഫ്രക്ടോസ് കൂട്ടിക്കുമ്പോഴാണ് ഇനുലിൻ ഉണ്ടാവുക. അപ്പോൾ ഇനുലിൻ ഈസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ 14ന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക കേട്ടോ. 14ന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താ 15ാമത്തെ ക്വസ്റ്റ്യൻ? ക്വാർട്ടിനറി സ്ട്രക്ചർ ഈസ് പ്രസന്റ് ഇൻ. നിങ്ങൾക്ക് അറിയാലോ ഒരു പ്രോട്ടീന് 4 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്. ഏതൊക്കെ പ്രോട്ടീന് 4 ടൈപ്പ് സ്ട്രക്ചർ? ഒന്ന് പ്രൈമറി സ്ട്രക്ചർ, രണ്ടാമത്തതോ സെക്കൻഡറി സ്ട്രക്ചർ, മൂന്നാമത്തതോ ടെർഷ്യറി സ്ട്രക്ചർ, നാലാമത്തതോ ക്വാർട്ടിനറി സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഒരു പ്രോട്ടീന് 4 സ്ട്രക്ചറിൽ ക്വാർട്ടിനറി സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ആണെങ്കിലാണ് ക്വാർട്ടിനറി വരയ്ക്കുക. അതാ ഇങ്ങനെ ഒരു ചെയിന്, ഇങ്ങനെ ഒരു ചെയിന്, മൂന്നാമത്തെ ഒരു ചെയിന്, നാലാമത്തെ ഒരു ചെയിന്. ഇതാണ് എന്തിൻ്റെ സ്ട്രക്ചർ? ക്വാർട്ടിനറിക്ക് എക്സാമ്പിൾ അഥവാ അഡൾട്ട് ഹീമോഗ്ലോബിൻ. ഓക്കെ, അഡൾട്ട് ഹീമോഗ്ലോബിൻ അല്ലേ ക്വാർട്ടിനറി സ്ട്രക്ചർ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? 15ന്റെ ഓപ്ഷൻ വരിക എ ആണ്, ഹീമോഗ്ലോബിൻ ആണ്. ക്വാർട്ടിനറി സ്ട്രക്ചർ ഈസ് പ്രസന്റ് ഇൻ ഹീമോഗ്ലോബിൻ. അടുത്ത നോക്കുക, 16ാമത്തെ ക്വസ്റ്റ്യൻ, കോ എൻസൈമീസ്. ഓക്കെ, എന്താ കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാലോ കോഫാക്ടേഴ്സ് 3 ടൈപ്പ് അല്ലേ? ഏതൊക്കെയാ കോഫാക്ടേഴ്സിന്റെ 3 ടൈപ്പ്? ഒന്നാണ് മക്കളെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്. പറയാം മക്കളെ, കോഫാക്ടേഴ്സിന്റെ ഒന്നാമത്തെ ടൈപ്പ് എന്താ? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ആണെന്ത്? കോ എൻസൈംസ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ആണെന്ത്? മെറ്റൽ അയോൺസ്. പറയാം മക്കളെ, മൂന്നാമത്തെ ടൈപ്പ് എന്താ? മെറ്റൽ അയോൺസ്. അപ്പോൾ കോഫാക്ടേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ഉണ്ട്, കോ എൻസൈംസ് ഉണ്ട്, മെറ്റൽ അയോൺസ് ഉണ്ട്. ഓക്കെ, അതിൽ കോ എൻസൈംസിന്റെ പ്രത്യേകത എന്താ? കോ എൻസൈംസ് ഈസ് ഓൾവേസ് എ പ്രോട്ടീൻ. നമുക്കറിയാലോ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ശരിക്കും സാധനം? നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ആൻ എൻസൈം അല്ലേ? ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ അല്ലാത്ത ഭാഗമാണെന്ത്? കോഫാക്ടർ. നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ആൻ എൻസൈം ആണ് ശരിക്കും എന്ത്? കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് തെറ്റാണ്. ഓഫൺ എ മെറ്റൽ അയോൺസാ. ഓൾവേസ് ആൻ ഇനോർഗാനിക് കോമ്പൗണ്ട് അല്ല. അടുത്തതോ ഓഫൺ എ വൈറ്റമിൻ. അത് നമ്മൾ പഠിച്ചതാ. കോ എൻസൈംസിന് 2 എക്സാമ്പിൾ ഉണ്ട്. ഏതൊക്കെ എക്സാമ്പിൾ? NAD ഉണ്ട്, പിന്നെയോ NADP ഉണ്ട്. ഈ NADയിലും NADPയിലും കാണപ്പെടുന്ന വൈറ്റമിൻ ഉണ്ട്. ആ വൈറ്റമിൻ്റെ പേരാണ് മക്കളെ നമ്മൾ പഠിച്ചു. ഇവരുടെ എസെൻഷ്യൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് വൈറ്റമിൻ. അതിൻ്റെ പേരാണ് എന്ത്? നിയാസിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും.
വൈറ്റമിൻ്റെ പേരാണെന്ത്? നിയാസിൻ. ഓക്കെ അല്ലേ? 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അമിനോ ആസിഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥെയിൻസ്. ഓക്കെ, അത് ശരിയല്ലേ? മീഥെയിനെ സബ്സ്റ്റിറ്റ്യൂട്ട് CH4 ആണ് മീഥെയിൻ. ഓക്കെ, ആ ഹൈഡ്രജനിൽ 3 ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണെന്ത്? അമിനോ ആസിഡ്. അടുത്ത ഗ്ലിസറോൾ ഈസ് എ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ. അത് നമ്മൾ പഠിച്ചതാ. ഗ്ലിസറോൾ എന്താ? ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈന. അടുത്തത് ലൈസിൻ ഈസ് എ ന്യൂട്രൽ അമിനോ ആസിഡ്. തെറ്റല്ലേ? ലൈസിൻ എന്തിന് എക്സാമ്പിളാണ് മക്കളെ? ലൈസിൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ അല്ലേ? പറ മക്കളെ, ലൈസിൻ എന്തിന് എക്സാമ്പിളാ? ബേസിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണെന്ത്? ലൈസിൻ. അടുത്തതോ ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ്. അതും ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇതാണ് തെറ്റ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ അതാണ്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 17ന്റെ ഓപ്ഷൻ എന്താ വരിക? സി ആണ് വരിക. 17ന്റെ ഓപ്ഷൻ എന്താ മക്കളെ വരിക? സി ആണ് വരിക. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് കോ എൻസൈംസ്? കോ എൻസൈമുമായി ബന്ധപ്പെട്ട ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? കോ എൻസൈമിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. എവരി കോ എൻസൈം ഈസ് എ കോഫാക്ടർ ആൻഡ് എവരി കോഫാക്ടർ ഈസ് എ കോ എൻസൈം. ഓക്കെ, നിങ്ങൾ നോക്കി, കോഫാക്ടറിന്റെ ഒരു ടൈപ്പ് മാത്രമല്ലേ ശരിക്കും എന്ത്? കോ എൻസൈം. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസ്റ്റെറ്റിക് ഗ്രൂപ്പ്സ് ഉണ്ട്, കോ എൻസൈംസ് ഉണ്ട്, മെറ്റൽ അയോൺസ് ഉണ്ട്. അപ്പോൾ കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ കോഫാക്ടറിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, എല്ലാ കോഫാക്ടറുകളും ശരിക്കും കോ എൻസൈംസ് ആണോ? അല്ലല്ലോ. പ്രോസ്റ്റെറ്റിക് ഗ്രൂപ്പ്സും മെറ്റൽ അയോൺസും ഒന്നും എന്തല്ല? കോഫാക്ടർ അല്ല. പക്ഷേ എല്ലാ കോ എൻസൈം എന്താണ്? കോഫാക്ടറാണ്. തിരിച്ചു പറയാം. ഓക്കെ, അപ്പോൾ എവരി കോ എൻസൈം ഈസ് എ കോഫാക്ടർ, അത് ഓക്കെ. ആൻഡ് എവരി കോഫാക്ടർ ഈസ് എ കോ എൻസൈം എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഓക്കെ, അടുത്ത നോക്കി, എവരി കോ എൻസൈം ഈസ് എ കോഫാക്ടർ, അത് ഓക്കെയാണ്. ആൻഡ് എവരി കോഫാക്ടർ ഈസ് നോട്ട് എ കോ എൻസൈം, അത് ശരിയാണ്. അടുത്തത്, മോസ്റ്റ് ഓഫ് ദി എൻസൈംസ് ആർ ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ആർ കമ്പോസ്ഡ് ഓഫ് വൈറ്റമിൻസ്. ഓക്കെ, മിക്കവാറും എൻസൈമുകളും എന്താണ്? മോസ്റ്റ് ഓഫ് ദി കോ എൻസൈംസ് ആർ ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ആർ കമ്പോസ്ഡ് ഓഫ് വൈറ്റമിൻസ്. ഓക്കെ, മിക്കവാറും കോ എൻസൈമുകളും ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഓക്കെ, കമ്പോസ്ഡ് ഓഫ് വൈറ്റമിൻസ്, ശരിയല്ലേ? അതിന് വൈറ്റമിൻസ് ഉണ്ട്. അടുത്തത്, കോ എൻസൈംസ് ആർ ദ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് എൻസൈം. നമുക്കറിയാലോ, കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം ഈസ് ലോസ്റ്റ്. നമ്മൾ ഈ പോയിന്റ് പഠിച്ചതാ. ഈ പോയിന്റ് നമ്മൾ ലാസ്റ്റ് എഴുതിയൊരു പോയിന്റ് ആയിരിക്കും. കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം ഈസ് ലോസ്റ്റ്. ഒരു എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഈസ് ലോസ്റ്റ് എപ്പോ? വെൻ കോഫാക്ടർ ഈസ് റിമൂവ്ഡ്. എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഇല്ലെങ്കിൽ എൻസൈമിന് വർക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ? അപ്പോൾ കോ എൻസൈംസ് ആർ ദ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് എൻസൈം എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റെന്ന് പറയുന്നത് എ ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരുന്നത്. 18ന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക കേട്ടോ. 18ന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ദ km വാല്യൂ ഓഫ് എൻസൈം ഇസ് ദ വാല്യൂ ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് ദ റിയാക്ഷൻ റീച്ചസ് ടു. ഇത് നമ്മൾ പഠിച്ചതാ. നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിരുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഗ്രാഫ്, അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിലൊരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ പ്രോഗ്രഷൻ ഓഫ് റിയാക്ഷനും വൈ ആക്സിസിലോ പ്രോഗ്രഷൻ ഓഫ് റിയാക്ഷൻ അല്ല, സോറി നോക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിരുന്നു. ഓക്കെ, ഗ്രാഫിൽ നമ്മൾ പഠിച്ചത് ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റാ. എക്സ് ആക്സിസിൽ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പുറത്ത് എന്താ പഠിച്ചത്? വെലോസിറ്റി ഓഫ് റിയാക്ഷൻ്റെ വെലോസിറ്റി. ഓക്കെ, എന്നിട്ട് നമ്മൾ പഠിച്ചു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടി വരും. ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് മാക്സിമത്തിലെത്തും, പിന്നെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുക? വി മാക്സ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു വി മാക്സ് ബൈ 2. ആ വി മാക്സ് ബൈ 2ൽ വരുന്ന കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഉണ്ട്. ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? KM. മക്കൾ എന്താ വിളിക്കുക? KM. അഥവാ KMന്റെ ഫുൾ ഫോം നമുക്കറിയാം. KM ആണെന്ത്? മിഷലീസ് മെന്റൻ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ വി മാക്സ് ഹാഫിലെത്തുമ്പോൾ ഉണ്ടാവുന്ന കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണ് ശരിക്കും KM. അപ്പോൾ KM വാല്യൂ ഓഫ് എൻസൈം ഈസ് ദ വാല്യൂ ഓഫ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് ദ റിയാക്ഷൻ റീച്ചസ് ടു ഹാഫ് വി മാക്സ്. റിയാക്ഷൻ ഹാഫ് വി മാക്സിൽ എത്തുമ്പോഴതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 19ന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക കേട്ടോ. 20ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എൻസൈംസ് ഈസ് ഇൻകറക്റ്റ്? എൻസൈമിനെ കുറിച്ചുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്? കറക്റ്റ് അല്ല, ഇൻകറക്റ്റ്. നോക്കിക്കോളൂ. എൻസൈംസ് ആർ ഡീനേച്ചർഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ശരിയല്ലേ? എൻസൈംസിന് ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ സർട്ടൻ എക്സെപ്ഷണൽ ഓർഗാനിസംസ് ദേ ആർ എഫക്റ്റീവ് ഈവൻ അറ്റ് 80 to 90 ഡിഗ്രി സെൽഷ്യസ്. അത് ശരിയാണ്. ചില തെർമോഫിലിക് ഓർഗാനിസംസ് ഉണ്ട്. നമുക്കറിയാലോ തെർമോഫിലിക്. എന്താ തെർമോഫിലിക് എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ ലവിങ് എന്നുള്ള അർത്ഥമല്ലേ? എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഓർഗാനിസങ്ങളിൽ
അവരുടെ ബോഡിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന എൻസൈമുകൾ ഹൈ ടെമ്പറേച്ചറിലും എന്തായി നിൽക്കും, എഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് എൻസൈംസ് റിക്വയർ ഒപ്റ്റിമം pH ഫോർ മാക്സിമൽ ആക്ടിവിറ്റി. നിങ്ങൾക്ക് അറിയാലോ എന്താ ഒപ്റ്റിമം pH എന്ന് പറഞ്ഞാൽ? ഒരു എൻസൈം അതിൻ്റെ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്ന pH ആണെന്ത്, ഒപ്റ്റിമം pH. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻ, ശരിയല്ലേ? ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ബട്ട് സം ആർ ലിപ്പിഡ്സ്, തെറ്റല്ലേ? സം ആർ ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ഓക്കെ, ചില സാധനങ്ങൾ എന്താണ്, ന്യൂക്ലിക് ആസിഡ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്, റൈബോസൈം എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താ, തെറ്റ. ലിപ്പിഡ്സ് എൻസൈംസ് ഒന്നുമില്ല. നാലാമത്തത് എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക്. ഓക്കെ, ഓരോ റിയാക്ഷനും ഓരോ എൻസൈമുകളാണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ എയും ബിയും ഡിയും ശരിയാണ്, സി ആണ് തെറ്റ്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 20ന്റെ ഓപ്ഷൻ എന്താ വരിക, സി ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 20ഓളം നീറ്റിന് ഒക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്ററുകൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താണ്, കൺസെപ്ച്വലി ഇമ്പോർട്ടൻസ് കൊടുത്താണ് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉള്ളതും നമ്മളെ തെറ്റിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എന്ത്, ബയോമോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ശരി, താങ്ക് യു.